ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുമുണ്ടെന്നതിൻ്റെ മുന്നറിയിപ്പാണോ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം നൽകുന്നത് എന്നതാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മങ്കടയിൽ 1500 വോട്ടിൻ്റെ മാത്രം കുറവിലാണ് കഴിഞ്ഞ തവണ നിങ്ങൾ പരാജയം നേരിട്ടത്. ഇത്തവണ അത് 19,324. പെരിന്തൽമണ്ണ അതുപോലെ തന്നെയാണ്, നേരിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ, 500 ചില്ലോനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത്തവണ അത് തിരിച്ച് അവർ പിടിച്ചിരിക്കുന്നത് 8,527 വോട്ട്, നേരിയ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും കരുത്തുറ്റ വിജയമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൂചന നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ കഴിയും അഹമ്മദിൻ്റെ ഭൂരിപക്ഷം കിട്ടിയില്ല, നിങ്ങൾക്ക് പറയാൻ കഴിയും ഇതിൽ മറ്റ് ചെറുകക്ഷികൾ അവരുടെ വോട്ട് അങ്ങനെ തന്നെ കൊടുത്തു. പക്ഷേ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ ഈ ജനവിധിയോ? മലപ്പുറം മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും UDF അനുകൂല മണ്ഡലങ്ങളാണ്. അവരാണ് ജയിക്കാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ തന്നെയാണ് ജയിച്ചത്. വോട്ടിലിപ്പോൾ അല്പം മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ചില മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റം വന്ന വോട്ടിൻ്റെ ആകെ വ്യത്യാസം എടുത്ത് നോക്കിയാൽ 29,592 വോട്ടാണ് ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത്. 20,000 വോട്ടാണ് ആകെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതൽ UDF കിട്ടിയിട്ടുള്ളത്. ഇതാണോ വലിയ ഭരണവിരുദ്ധ വികാരം? ഞാൻ ഈ പറഞ്ഞ ഒരുപിടി ഘടകങ്ങളൊക്കെ ഉള്ള ദേശീയ രാഷ്ട്രീയവും പ്രാദേശികമായ പ്രശ്നങ്ങളും കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിത്വവും പിന്നെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ പിന്തുണയും ഇതെല്ലാം വന്നിട്ട് അസംബ്ലിയേക്കാൾ 20,000 വോട്ടാണ് കിട്ടിയത്. അതൊരു മഹാ അത്ഭുതമെന്നാണ് പറയുന്നത്. അതൊരു ഭരണവിരുദ്ധ വികാരം എന്നാണ്. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം 29,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് ഭരണവിരുദ്ധ വികാരം ആണെങ്കിൽ അത് കുറഞ്ഞാൽ പോരാ. ഈ ഭരണത്തിൽ ഗവൺമെൻറ് എടുത്ത നടപടികളിൽ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാ ആൾക്കാരും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികളും ഇനി ആ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്തു. ശരി, ശ്രീ MK മുനീർ, മലപ്പുറം ജനവിധിയിൽ കേരളത്തിലെ സർക്കാരിനോടുള്ള ഒരു വിധിയെഴുത്തിൻ്റെ സന്ദേശമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ചെന്നിത്തല കടന്നാണ് പറഞ്ഞത്, കരണത്ത് കിട്ടിയ അടി എന്നാണ്. പക്ഷേ ശ്രീ ആനത്തലവട്ടം ചൂണ്ടിക്കാട്ടുന്ന കണക്കുകൾ വെച്ചാണെങ്കിൽ അത്ര വലിയൊരു തിരിച്ചടിയല്ല അവർ തന്നെ വസ്തുനിഷ്ഠമായി അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവകാശവാദം പരിധി കടന്നതാണോ? പരിധി കടന്നതല്ല. 10 മാസം കൊണ്ട് 29,000 വോട്ട് പോയി. അതിനർത്ഥം 10 മാസം കൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഗവൺമെൻറ്റായി മാറി. മാത്രമല്ല, ഞങ്ങളല്ല പറഞ്ഞത്, കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തലായിരിക്കുമെന്ന്. അപ്പോൾ വോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്? 2016 തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 2016 എടുത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന വിലയിരുത്തലാണെങ്കിൽ വിലയിരുത്തൽ എങ്ങനെ പിന്നോട്ട് പോകുന്നത്? -29 ആകുന്നത് എങ്ങനെ? അപ്പോൾ ഇത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിരിക്കുന്നു. 10 മാസം കൊണ്ട് 29 ആയിരിക്കുന്നു. ഇത് ഓരോ ദിവസം കൊണ്ട് ചെല്ലും തോറും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ പല വോട്ടുകളും കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള സംശയമുണ്ടല്ലോ. പ്രിയപ്പെട്ട വേണു, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ചർച്ച കൂടി വെക്കും. ഏത് വോട്ട് എവിടെ പോയി എന്നപ്പം അറിയാം. SDPI വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ കിട്ടിയിട്ടുണ്ടോ, PDPയുടെ എങ്ങോട്ട് പോയി എന്നുള്ളത് മുഴുവൻ അറിയണമെങ്കിൽ അപ്പം അറിയാം. അപ്പം മനസ്സിലാവും ഈ ഗവൺമെൻറ്റിൻ്റെ ഇവരുടെ ഒക്കെ പിന്തുണയുണ്ടായിട്ടും ഇവർക്ക് ഒരു തരത്തിലും അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു. ശരി, ഈ മോദി വിരുദ്ധത എത്രമാത്രം പ്രകടമായി? ശ്രീ MK മുനീർ, കേന്ദ്ര സർക്കാരിനോടുള്ള ഭരണവിരുദ്ധത എത്രമാത്രം പ്രകടമായി? കാരണം 2014 വിജയം ഇവർക്ക് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ മോദി ഫാക്ടർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ട ഹിന്ദു വിഭാഗത്തിലെ തന്നെ ഒരു കൂട്ടർ തിരിച്ച് UDFിലേക്ക് വന്നു എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? ഏതാണ്ട് 1,13,000 പുതിയ വോട്ടർമാരുണ്ട്. അവരെയും ആകർഷിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വിലയിരുത്തലുണ്ടോ നിങ്ങൾക്ക്? അവിടെ എന്തായാലും നമ്മുടെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഇതുപോലെയുള്ള വർഗീയത അവിടെ യേശില്ല. ഇപ്പോൾ തന്നെ ഇവിടെ സുരേന്ദ്രൻ സൂചിപ്പിച്ചത്, ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി തന്നെ ക്യാമ്പയിനിൽ വന്നിട്ട്
അവിടെ ദീപാവലി ഇങ്ങനെയാണെങ്കിൽ, അല്ല ബക്രീദ് ഇങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് വിളക്ക് വേണം, എവിടെ ഖബർസ്ഥാൻ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ശ്മശാനം അങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി വന്ന് അവിടെ പോളറൈസേഷൻ ഉണ്ടാക്കി. കുഞ്ഞാലിക്കുട്ടിയുടെ നാവിൽ നിന്ന് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഐക്യജനാധിപത്യ ഇതുപോലെ വിഷം വമിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ നാവെന്ന് വന്നു, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിന് ഒന്നിനും മറുപടി പറയാൻ നിങ്ങൾ സമയം തരാതെ, പിന്നെ നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ എനിക്ക് ഒറ്റ സമയം പോലും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ എന്താ കാര്യം? അല്ല, ഞാൻ ചോദിക്കുന്നത് വേണു, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മറ്റൊരു പാർലമെന്റ് മണ്ഡലവുമായും ഒരു താരതമ്യവുമില്ലാത്ത ഒരു മണ്ഡലമാണ് മലപ്പുറം. മലപ്പുറത്തെ വിജയത്തോടു കൂടി കേരളമാകെ UDFന്റെ തരംഗമായി എന്നൊന്നും നിങ്ങൾ സമാധാനിക്കേണ്ട. കാരണം 70% മുസ്ലിം റിലീജിയസ് ഡെമോഗ്രഫിയിൽ 70% മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലവും കേരളത്തിലില്ല. ലോകത്തൊരിക്കൽ മാത്രമാണ് മുസ്ലിം ലീഗ് പരാജയപ്പെട്ടത്. ഇത്രയും കാലം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് ജയിക്കുന്ന ഒരു കുത്തക മണ്ഡലമാണത്. അവിടെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. 2014 കിട്ടിയതിനേക്കാൾ 700 വോട്ടേ ഞങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അത് 2014 മോദിക്ക് കിട്ടിയ പിന്തുണയാണ്. മോദിക്കെതിരായി ജനങ്ങൾ കല്ലെറിയുമെന്ന് പറഞ്ഞാൽ 2014 കിട്ടിയ വോട്ടിനേക്കാൾ താഴോട്ട് ഞങ്ങൾ പോയിട്ടില്ലല്ലോ. പിന്നെ പുതിയ വോട്ടിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു, വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടില്ല. പുതിയതും പഴയതെല്ലാം കൂട്ടിയാൽ പഴയ വോട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFന് പുതുതായി ഒന്നും നൽകുന്നില്ല. എന്നാൽ ഈ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രചാരണം നടത്തി ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയതെന്നുള്ള ചോദ്യം മാത്രമാണ്. കാരണം ഇതിന് വേങ്ങരയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു, നാളെ ഒരു ഇലക്ഷൻ കൂടി വരിക. ഒരു അത്ഭുതവും കേരളത്തിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരത്തോ പാലക്കാട്ടോ കാസർകോട്ടോ കോഴിക്കോട്ടോ ഈവൻ പൊന്നാനിയിലോ പോലും ഇതേ പാറ്റേണിലല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്ക്, പൊന്നാനി വ്യത്യാസമാണ്, കോഴിക്കോട് വ്യത്യാസമാണ്. അതുകൊണ്ട് മലപ്പുറം ബൈ ഇലക്ഷൻ കേരളത്തിൻ്റെ പൊതു ട്രെൻഡാണ് എന്ന് നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സന്തോഷിക്കാം. അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുന്നതല്ല. വേണോ പറയട്ടെ, നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ മധുവിധു കഴിഞ്ഞിട്ടേ ഉള്ളൂ. 10 മാസം 6 മാസം പ്രതിപക്ഷം പണ്ടൊന്നും സമരമേ ചെയ്യാറില്ല. 6 മാസം ഹണിമൂണാണ്. അത് കഴിഞ്ഞ് 4 മാസം. ഞാൻ താരതമ്യം ചെയ്യാൻ പോകുന്നത് ഇതേതാണ്ട് ഇതേ സമയത്ത് നടന്ന പിറവം തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ 72 സീറ്റിനാണ് ജയിച്ചത് അല്ലേ? അതിൽ 72ാമത്തെ സീറ്റായിരുന്നു TM ജേക്കബിൻ്റെ സീറ്റ്. 154 വോട്ടിനാണ് TM ജേക്കബ് എന്ന പ്രഗത്ഭനായ മന്ത്രി ജയിച്ചത്. ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് പോയി. എത്ര വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്? 12,000 വോട്ടിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങൾ 6000-ന് തോറ്റെടുത്ത് 6000-ന് ജയിച്ചു. പക്ഷെ ഇപ്പോൾ LDF ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോഴോ, LDF കഴിഞ്ഞ തവണ ഇതുപോലെ മത്തായി ചാക്കോ മരിച്ചപ്പോൾ അതിപ്പോൾ മാത്രമല്ല, അത് ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ തവണയും സമ്മതിച്ചു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ 3 ബൈ ഇലക്ഷനിലും നിങ്ങൾ ജയിച്ചു. പിന്നെ അതൊക്കെ ഞങ്ങൾക്കും കൂടെ ചില കാര്യങ്ങൾ ചെയ്തല്ലോ ഞങ്ങൾക്ക് തോൽക്കാനായിട്ട്. വേറെ കാര്യം, ഇത് വിഷയം അതല്ല. അപ്പൊ LDF നോക്കേണ്ടത് 3 ബൈ ഇലക്ഷൻ ജയിച്ചിട്ട് അവസാനം നിങ്ങൾ LDF ജയിച്ചത്. സമ്മതിച്ചു. LDF പരിശോധിക്കേണ്ടത് അവർ പരിശോധിച്ചോട്ടെ. പക്ഷേ ഒരു വർഷം 10 മാസം കഴിയുമ്പോഴേക്കും 29,000 വോട്ട് നമ്പറിൽ തന്നെ കുറഞ്ഞ് അവരുടേതായ ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ EMSൻ്റെയും ചെറുകാടിൻ്റെയും ഒക്കെ നാടാണ് ഈ പെരിന്തൽമണ്ണയും മങ്കടയും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശം. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എന്താ പറയുക കളിച്ചു നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ പോലും വലിയ മാർജിനിൽ തോറ്റു. ഇപ്പോൾ മങ്കടയിലെ പരാജയമാണ് ഞാൻ ഏറ്റവും ഗൗരവമായിട്ട് കാണുന്നത്. വെറും 1000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചെടുത്തുനിന്ന് ഏതാണ്ട് 20,000-ലേക്കാണ് അല്ലേ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ മങ്കടയിൽ മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നതെങ്കിൽ, പെരിന്തൽമണ്ണ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് കരയാൻ ഒരുപാട് കാര്യമുണ്ട്. അതേസമയം UDFൻ്റെ ശക്തി എടുത്ത് നോക്കുക, അവിടെ കാര്യമായിട്ടുള്ള തകർച്ചകളോ അതുപോലെ തന്നെ ഒരു പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നല്ല ലീഡ് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു 10 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് എങ്ങനെ ഇത്ര അൺപോപ്പുലറായി? കേരളത്തിൽ ഒരിക്കലും അങ്ങനെ അൺപോപ്പുലർ ആവാറില്ല. ഇപ്പോൾ തിരുവമ്പാടി തെരഞ്ഞെടുപ്പിൽ മത്തായി ചാക്കോ മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ ജോർജ് എന്നുള്ള സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു. അന്ന് K. കരുണാകരനടക്കം ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന സമയമാണ്. പക്ഷെ അവർ തന്നെ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ പരിശോധിച്ചോട്ടെ. ഈ 10 മാസം കൊണ്ട് വളരെ വലിയ ഒരു വോട്ട് ചോർച്ചയും ഒരു ജനപിന്തുണ ചോർച്ചയും
അത് വോട്ടിൻ്റെ എണ്ണത്തിൽ മാത്രം പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഡെലിവറി ചെയ്യുന്നില്ല എന്ന ഒരു വികാരമുണ്ടായിട്ടുണ്ട്. ശരി ശരി. ശ്രീ MK മുനീർ, എനിക്ക് മറ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഈ മങ്കടയും പെരിന്തൽമണ്ണയും നിങ്ങൾ വലിയ നേട്ടമായി തന്നെ കുഞ്ഞാലിക്കുട്ടി ആദ്യ പ്രതികരണം നടത്തിയപ്പോൾ തന്നെ പറയുകയുണ്ടായി. പക്ഷേ നിങ്ങളുടെ ഈ ഭൂരിപക്ഷത്തെ കുറച്ചത് കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും നിങ്ങൾ പ്രതീക്ഷിച്ച ലീഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയാഞ്ഞതല്ലേ? ഈ അഹമ്മദിൻ്റേത് ഇപ്പോഴും മലകയറി അപ്പുറത്തേക്ക് എത്താൻ കഴിയാത്ത തരത്തിലേക്ക് കുറച്ചത് എന്ത് സംഭവിച്ചതാകാം അവിടെ? അല്ല, ഇവിടെയൊക്കെ വോട്ട് വ്യത്യാസം വന്നിട്ടില്ല. വോട്ട് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വേങ്ങര എടുത്ത് നോക്കിയാൽ വോട്ട് കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറത്ത് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. നമ്മൾ വോട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതൊരു തരത്തിലും കഴിഞ്ഞ അഹമ്മദ് സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയൊന്നും പോറില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ നിയമസഭ വന്നു. നിയമസഭയിൽ കൊണ്ടോട്ടിയിൽ എന്തായിരുന്നു സ്ഥിതി? മാത്രമല്ല അവിടെ പലതരത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് മാറി അവിടെ വലിയൊരു ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവ് കൂടി കാണാൻ സാധിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി കാരശ്ശേരി മാഷേ, ഇവിടെ ഈ പറയുന്ന ഭരണവിരുദ്ധ തരംഗം കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു കേവല ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ സ്വഭാവമാണോ ഉള്ളടങ്ങിയിരിക്കുന്നത്, അതോ കേന്ദ്രത്തിൻ്റെ സ്വാധീനവും അതിൻ്റെ ഒരു ഇടപെടലുമൊക്കെ ഉണ്ട് എന്ന് എത്രയൊക്കെ CPM ന്യായവാദം നിരത്തിയാലും ഈ സർക്കാരും ന്യൂനപക്ഷ വിരുദ്ധമാകുന്നുണ്ടോ എന്ന സംശയം മലപ്പുറം നൽകുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം ചോദിക്കുന്നത്, ഇപ്പോൾ BJP വിരുദ്ധ ജനവിധി 2016 LDFന് കിട്ടിയത് തന്നെയാണ്. BJP വിരുദ്ധ ജനവിധി കിട്ടിയാൽ അത് ന്യൂനപക്ഷ സംരക്ഷണവുമായി പൂരകമാകണമെന്നേയില്ല. UP ഒരു ഉദാഹരണം, അഖിലേഷിന് ഉയർന്ന ഭൂരിപക്ഷമാണ് കിട്ടിയത്, പക്ഷെ ദാദ്രി അവിടെയാണ് സംഭവിച്ചത്. എന്ന പോലെ ഇവിടെയും ഈ മതന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഭരണം കിട്ടി, പക്ഷെ മതന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഭരണപരമായ പ്രവർത്തനത്തിലേക്ക് അതിൻ്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു തിരുത്തൽ ഈ ജനവിധിയുടെ ഉള്ളടക്കത്തിലുണ്ടോ കാരശ്ശേരി മാഷ്? പിണറായി ഗവൺമെൻറ് നിരാശപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബെഹ്റയുടെ നിയമനം, അല്ലെങ്കിൽ രമൺ ശ്രീവാസ്തവയുടെ നിയമനം, അതുപോലെ ജിഷ്ണു കേസ് കൈകാര്യം ചെയ്ത രീതി, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊടിഞ്ഞിയിലെ ഫൈസൽ വധക്കേസ് അത് കൈകാര്യം ചെയ്ത രീതി. പക്ഷേ എൻ്റെ നോട്ടത്തിൽ മലപ്പുറത്ത് ഇപ്പോൾ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മോദി വിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ വികാരമോ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്ര കണ്ടാൽ പോരാ ഭൂരിപക്ഷം. അതായത് 1 ലക്ഷത്തോളം വോട്ട് കൂടി ഈ KM മാണി തുടങ്ങിയുള്ള ചെറിയ കക്ഷികളുടെ പിന്തുണ കിട്ടി. പിന്നെ വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ SDPIയോ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. PDPയുടെ വോട്ട് ചെയ്ത് നമുക്കറിയില്ല. വെള്ളാപ്പള്ളിയുടെ വോട്ട് എവിടെ പോയി നമുക്കറിയില്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ 23,000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം അഹമ്മദിനേക്കാൾ കുഞ്ഞാലിക്കുട്ടിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് അത് അവിടുത്തെ സാധാരണഗതിയിലുള്ള UDFൻ്റെ, പ്രത്യേകിച്ച് ലീഗിൻ്റെ, സുരേന്ദ്രൻ പറഞ്ഞ മാതിരി അവരുടെ ഒരു കുത്തക മണ്ഡലമാണത്. 2004 മഞ്ചേരി എന്ന് പേരുള്ള സമയത്ത് TK ഹംസ ജയിച്ചൊഴിച്ചാൽ തുടക്കം തൊട്ടേ ലീഗ് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ എല്ലാ ശക്തിയും എടുത്ത് ലീഗും UDFും പൊരുതി. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും ഭൂരിപക്ഷം കണ്ടാൽ പോരാ. അതുകൊണ്ട് അങ്ങനെ മോദി വിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ വികാരമോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് UDF LDF ബലാബലത്തിൽ BJP അപ്രസക്തമാകുന്ന കാഴ്ചയാണ് മലപ്പുറം നൽകുന്നത്. ഇത് 2019 ചൂണ്ടുപലക കൂടിയാകുമോ? ഇടവേളയ്ക്ക് ശേഷം.